ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ഒരു സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ എടുത്ത് വരുമ്പോൾ അത് സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സ്റ്റഡി അല്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പഠിത്തം കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിൽ. പഠിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്കൊരു എക്സാം ഉണ്ട്. സെപ്റ്റംബർ 2 എക്സാം സ്റ്റാർട്ടാകുന്നത്. തമിഴ്നാട് പോയിട്ട് എഴുതേണ്ടതാണ്. ഞാനിപ്പോൾ BEd ചെയ്യുന്നുണ്ട് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ. സോ അതിൻ്റെ എക്സാമാണ്. അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ പറ്റുമെങ്കിൽ അതിൻ്റെ വ്ളോഗെല്ലാം അപ്ലോഡ് ചെയ്യാം. പറ്റുമെന്ന് തോന്നുന്നില്ല, എക്സാം അല്ല, അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടാവും. പിന്നെ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് സെം എക്സാമാണ്. ഫസ്റ്റ് സെം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, പകുതി താഴെ പോയി. വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പാങ്ങലെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതെങ്ങനെയായി. പിന്നെ കത്തിലും മീൻ കറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറി. പിന്നെ ഒരു പീസ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഏതിൻ്റെ കൂടെയും കുക്കുംബർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കട്ടാക്കാനുള്ള മടി കൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബുക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ ബുക്കാണ്. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാം ആവാനാകുമ്പോഴാണ് ബുക്ക് എടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് സെമ്മിൻ്റെ ഒന്നിച്ച് വേറൊരു പാക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. ഞാനത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് സെം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴത് ഫസ്റ്റ് സെമ്മിൻ്റെ ബുക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അബദ്ധമാണ്. അപ്പോൾ സാറിനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ നോട്ട്സ് പ്രിൻ്റ് എടുത്തതുണ്ട്. അപ്പോൾ അത് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അത് അയച്ചാൽ ഇനി എക്സാമിന് പോകുന്നതിന് മുമ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. പിന്നെ ഞാൻ പഠിപ്പിയായതുകൊണ്ട് എക്സാം ആവാനാകുമ്പോഴാണ് ബുക്കെല്ലാം എടുത്ത് നോക്കിയത്. അപ്പോഴാണ് ഈ ഒരു പണി കിട്ടിയെന്ന് മനസ്സിലായത്. പിന്നെ ഇതുവരെ പഠിക്കാത്ത എൻ്റെ ഒരു കുറ്റബോധം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു കാര്യം മനസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുമ്പേ പഠിച്ചാലൊന്നും എന്തായാലും തലയിൽ നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ എക്സാം ആവുമ്പോൾ പഠിച്ചാൽ മാത്രമല്ലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. തലേദിവസം പഠിച്ചാൽ പോലും ഓർമ്മ ഉണ്ടാവാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ വീഡിയോയിലും കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഫുൾ ഡേ പഠിച്ചെന്നുള്ളത്. ഇത് വെറുതെയാണ് വീഡിയോക്ക് വേണ്ടി എടുത്തത്. സത്യം പറഞ്ഞാൽ പഠിക്കാനേ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫോൺ നോക്കുന്ന അവസ്ഥയാണ്. എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ ഉള്ളിടത്തോളം കാലം സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പിന്നെ വേറൊന്നും വീഡിയോയിൽ കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. അങ്ങനെ വിചാരിച്ചിട്ട് ഷെൽഫ് ക്ലീൻ ആക്കാൻ വേണ്ടി വന്നു. ഇത് കണ്ട എൻ്റെ ഉമ്മ വിചാരിക്കും ഇതുവരെ ചെയ്യാത്ത കാര്യമൊക്കെ ഇപ്പം ചെയ്യുന്നില്ലത്. അധികം പറയും ഷെൽഫ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോണിൽ കളിക്കാനല്ലാണ്ട് വേറൊന്നിനും സമയം കിട്ടുന്നില്ല. അതാണ് മെയിൻ കാരണം. അങ്ങനെ പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഷെൽഫിൽ നിന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്നുണ്ട്. ഈ വാച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ആക്കിയതാണ്. ടൈമെക്സിൻ്റെ ആണ് വാച്ച്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കുറേ യൂസാക്കി. റേറ്റ് ഒരു 600 സംതിങ് അത്രയേ ഉള്ളൂ. ഈ ഒരു ഗ്രീൻ ടീ ഉണ്ടല്ലോ, ഇതെൻ്റെ ഷെൽഫിലുണ്ടായതാണ്. ഇത് കുറേ മുമ്പ് വാങ്ങിയതാണ്. ഇത് കുടിച്ചിട്ടേ ഇല്ല, അങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് കഴിഞ്ഞ ഡേറ്റ് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ഫ്രെയിം എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ലാസ്റ്റ് ഇയർ. ഈ ബാഗ് ഞാൻ മീഷോന്ന് പർച്ചേസ് ആക്കിയതാണ്. 200 സംതിങ് അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കുറേ യൂസാക്കി. ഇതിപ്പോൾ എൻ്റെ ID കാർഡാണ്. എക്സാമിന് പോകുമ്പോൾ ഇതിട്ടിട്ട് വേണം പോകാൻ. അങ്ങനെ പിന്നെ ഷെൽഫെല്ലാം സെറ്റാക്കി. പിന്നെ അങ്ങനെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറേ സമയം ഫോൺ നോക്കി, കുറേ സമയം കിടന്നുറങ്ങി. അങ്ങനെ ഇപ്പോൾ രാത്രി ബുക്ക് എടുത്തിരുന്നിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. എന്തായാലും വന്നതല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.